മറ്റൊരു വാർത്ത നമുക്കറിയാം, സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടുണ്ട്. അത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നാണ്. പുതിയ അണക്കെട്ടുകൾ കെട്ടി പാകിസ്ഥാന് സിന്ധു നദി പല ഇന്ത്യൻ നദികളിൽ നിന്നുള്ള വെള്ളം തടയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സിന്ധു നദീജല കരാറിന്റെ ലംഘനം എന്നൊക്കെ പാകിസ്ഥാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് വളരെ സ്ട്രാറ്റജിക്കായി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിൽ ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാനുള്ള വെള്ളത്തിന്റെ വിഹിതത്തിൽ കുറവ് വരുത്താൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പുതിയ ഭീഷണി. പാകിസ്ഥാൻ അവകാശപ്പെട്ട ഓരോ തുള്ളി വെള്ളവും ഞങ്ങളുടെ റെഡ് ലൈൻ ആണ് എന്നാണ് ഒരു ചടങ്ങിൽ ഇസ്ലാമാബാദിൽ അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഇന്ത്യ സമാധാനത്തിന്റെ ശത്രുവാണ് എന്നും മറ്റും ഇയാൾ വിശേഷിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മനു, ഇതിപ്പോൾ പാകിസ്ഥാന്റെ പ്രകോപനം ആദ്യമല്ല. പലതരത്തിൽ അവിടുത്തെ നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വളരെ സ്ട്രാറ്റജിക്കായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അസാധാരണ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാനെ തള്ളിവിടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതും വെറുമൊരു പ്രഹസനമായി മാത്രം കണ്ടാൽ മതിയല്ലോ. രഞ്ജിത്ത്, പാകിസ്ഥാൻ അവരുടെ ഒരു സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിക്കുന്നതാണ് ഈ 14-ാം തീയതി, ഓഗസ്റ്റ് 14 എന്നത് അവരെ ഒരു സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്ന ഒരു ഘട്ടമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ ആഘാതമാണ് ഈ ഇൻഡസ് ജല കരാർ റദ്ദാക്കി എന്നത്. കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് ഈ ഇൻ്റർ വാട്ടർ ഈ ട്രീറ്റി റദ്ദാക്കുന്നത്. ഇത്തരമൊരു ഒരു ഉടമ്പടി റദ്ദാക്കുന്നതോടുകൂടി പാകിസ്ഥാനെ അത് വലിയ തോതിൽ സാമ്പത്തികമായി ബാധിക്കുന്നു. അത് ഈ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളിലൂടെ ഒഴുകുന്നു. അതിൻ്റെ കാർഷിക ആവശ്യങ്ങളെ അത് ബാധിക്കുന്നു, ജനജീവിതത്തെ ബാധിക്കുന്നു. അങ്ങനെ വലിയ തോതിൽ ഒരു പ്രഹരം ഇന്ത്യ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ശേഷം ഇതിൽ ഒരു അയവുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഏതായാലും ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ ഒക്കെ അവസാനിപ്പിച്ചുവെന്ന് നമ്മൾ കഴിഞ്ഞ മെയ് 10 പ്രഖ്യാപിക്കുമ്പോഴും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്ന് നമ്മൾ വ്യക്തമാക്കുകയാണ്. വെള്ളത്തിന് സിന്ധു നദീജലം നൽകുന്നതിനെ സംബന്ധിച്ചുള്ള ഇതിൽ ഇനി ഒരു പുനരാലോചന ഇന്ത്യക്കുണ്ട് എന്ന് ആ നിലപാട് തുടരുകയാണ്. തീവ്രവാദികൾക്കെതിരെയുള്ള ആക്രമണം തുടരുകയാണ്. പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിൻ്റെ സൈനിക ശക്തിക്കെതിരെ ഉള്ളൊരു ആക്രമണം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല, ഒരു യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തീവ്രവാദികൾക്കെതിരെ സീറോ ടോളറൻസ് എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. ഏതായാലും ഇനി പാകിസ്ഥാനുമായുള്ള പക്ഷേ ഈ ജലകരാറിൻ്റെ കാര്യത്തിൽ മാത്രം ഇന്ത്യ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. അതൊരു വലിയ പാഠം പാകിസ്ഥാന് നൽകുക എന്നൊരു ലക്ഷ്യം വളരെ യുദ്ധം അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടല്ലാതെ വളരെ തന്ത്രപ്രധാനമായി നൽകുക എന്നൊരു ലക്ഷ്യമാണ് ഇതിലൂടെ പ്രാവർത്തികമായിട്ടുള്ളത്. അപ്പോൾ ഇത് നിരന്തരം പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന തരത്തിലാണ് അവിടെ പ്രതികരണങ്ങൾ വരുന്നത്. പ്രതിപക്ഷ നേതാവ് പാകിസ്ഥാനിൽ ഇതിനെപ്പറ്റി പറയുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി കരാർ തീർത്തും വീണ്ടും പുനർജീവിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശയക്കുഴപ്പം ഈ വിഷയത്തിലുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കണമെന്ന അവർക്ക് അതിനു മുന്നിൽ ഒരു വഴിയില്ല. അമേരിക്ക ഇറാൻ യുദ്ധമൊക്കെ പരിഹരിക്കാൻ നടക്കുന്ന പാകിസ്ഥാന് സിന്ധു നദീ ജല കരാർ പ്രശ്നം പരിഹരിക്കാൻ വേറെ ആഗോള തരത്തിലുള്ള ഒരു പിന്തുണയും കിട്ടുന്നില്ല. നമ്മുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് എന്ന് നമ്മൾ പറഞ്ഞ ഒരു പദ്ധതി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രതിനിധികൾ ചെന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു പിന്തുണ പാകിസ്ഥാന് കിട്ടുന്നുമില്ല. അതിന് ഇനി എന്ത് പോംവഴി എന്ന തരത്തിലുള്ള ചർച്ചകൾ പാകിസ്ഥാനെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയായി വേണം ഇതിനെ കാണാൻ. തീർച്ചയായും മനു ഭരതാണ് വിശദമായി തന്നെ വാർത്തകളുടെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടരാം.